ജനുവരി മാസത്തിലെ ചില പ്രധാന ദിനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ജനുവരി 1. ജനുവരി 1ൻ്റെ പ്രത്യേകത ആഗോള കുടുംബ ദിനം അഥവാ ഗ്ലോബൽ ഫാമിലി ഡേ. അതേപോലെ ജനുവരി 4. ജനുവരി 4 ലോക ബ്രെയിൽ ദിനം. നമുക്കറിയാം, കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമാണ് ബ്രെയിൽ ലിപി സംവിധാനം. അത് ആവിഷ്കരിച്ച ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനമായ ജാനുവരി 4 2018 UN പൊതുസഭയുടെ പ്രഖ്യാപന പ്രകാരം 2019 ജനുവരി 4 മുതൽ ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നു. അടുത്തത് ജാനുവരി 5. ജാനുവരി 5 ദേശീയ പക്ഷി ദിനമാണ്. ഈ ദേശീയ പക്ഷി ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വസ്തുത, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ഉണ്ട്. അത് നവംബർ 12 കാരണം ഓർണിത്തോളജി അഥവാ പക്ഷി ശാസ്ത്രം അല്ലെങ്കിൽ പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട അതിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയ പഠനം നടത്തിയ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്. ഇവിടെ ദേശീയ പക്ഷി ദിനമാണ് ജാനുവരി 5. അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് അഥവാ NRI ഡേ എന്നാണ് അറിയപ്പെടുന്നത്. 1915 ജനുവരി 9 ഗാന്ധിജി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായി മടങ്ങിയെത്തിയതിൻ്റെ ഓർമ്മ പുതുക്കാനായാണ് ജാനുവരി 9 പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നത്. 2003 ആദ്യമായി പ്രവാസി ഭാരതീയ ദിവസ് ആചരിച്ചു തുടങ്ങിയത്. ജാനുവരി 10 ലോക ഹിന്ദി ദിനം, അതേപോലെ ലോക ചിരി ദിനം. ജാനുവരി 12 ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജാനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. 1985 ആദ്യമായി ദേശീയ യുവജന ദിനം ആചരിച്ചത്. ദേശീയ കരസേനാ ദിനം, ലോക വിക്കിപീഡിയ ദിനം, പാലിയേറ്റീവ് ദിനം. ഇത് മൂന്നും ജനുവരി 15 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി 16 2016 മുതലാണ് ഇത്തരത്തിലൊരു ദിനം ആചരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ദേശസ്നേഹ ദിനം അഥവാ നേതാജി ജയന്തി ജാനുവരി 23 ദേശീയ ബാലികാ ദിനം, അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്നിവ ജാനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പരാമർശിച്ചു. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം 2019 മുതലാണ് ആചരിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതേസമയം നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്ന മറ്റൊരു ദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം. അത് നവംബർ 11 2008 മുതലാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിച്ചു തുടങ്ങിയിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. ദേശീയ വിനോദസഞ്ചാര ദിനം അഥവാ നാഷണൽ ടൂറിസം ഡേ
അതേപോലെ നാഷണൽ വോട്ടേഴ്സ് ഡേ അഥവാ ദേശീയ സമ്മതിദായക ദിനം, ഇത് രണ്ടും ജനുവരി 25 ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം 1950 ജനുവരി 25 ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതിൻ്റെ ആ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് 2011 മുതൽ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ചു വരുന്നു. റിപ്പബ്ലിക് ദിനം അതേപോലെ ലോക കസ്റ്റംസ് ദിനം രണ്ടും ജനുവരി 26. ദേശീയ ഭൂമി ശാസ്ത്ര ദിനം അഥവാ നാഷണൽ ജിയോഗ്രഫിക് ഡേ ജനുവരി 27. ജനുവരി 29 ഇന്ത്യൻ പത്രദിനം. ജനുവരി 29 പത്രദിനമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിച്ച വർത്തമാന പത്രമായ ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് അഥവാ കൽക്കട്ട ജനറൽ അഡ്വൈസർ ആരംഭിക്കുന്നത് 1780 ജനുവരി 29 അതിൻ്റെ ഓർമ്മയ്ക്കായി ജനുവരി 29 ഇന്ത്യയിൽ പത്രദിനമായി ആചരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഗോഡ്സെയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിൻ്റെ കറുത്ത ദിനമായ ജനുവരി 30 ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. കൂടാതെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായും ജനുവരി 30 ആചരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത്.